എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡേറ്റ ഒരു TestNG ടെസ്റ്റ് മെത്തേഡിൽ നിന്ന് മറ്റൊരു TestNG ടെസ്റ്റ് മെത്തേഡിലേക്ക് TestNGയിലെ ITestContext എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് ഷെയർ ചെയ്യുമെന്നുള്ളതാണ്. ഡേറ്റ നമുക്ക് രണ്ട് രീതിയിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ബിറ്റ്വീൻ ഡിഫറെന്റ് ടെസ്റ്റ് മെത്തേഡ്സ് ഇൻ സെയിം ക്ലാസ്, ബിറ്റ്വീൻ ഡിഫറെന്റ് ടെസ്റ്റ് മെത്തേഡ്സ് ഇൻ ഡിഫറെന്റ് ക്ലാസ്. അതായത് സെയിം ക്ലാസ്സിൽ രണ്ട് ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് മെത്തേഡിൽ നിന്ന് അടുത്ത ടെസ്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതൊരു ഡേറ്റ നമ്മൾ യൂസ് ചെയ്തു, അതേ ഡേറ്റ തന്നെ നമുക്ക് വേറൊരു ക്ലാസ്സിലെ TestNG ടെസ്റ്റ് മെത്തേഡിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ രണ്ട് രീതിയിൽ ITestContext എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി ITestContext ഇന്റർഫേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ITestContext interface defines a test context which contains all the information for a given test run. An instance of this context is passed to the test listeners so they can query information about their environment. ഇതാണ് ITestContextന്റെ ഒരു ഡെഫിനിഷൻ. ഇത് TestNGയിലെ ഡോക്യുമെന്റേഷൻ പ്രകാരം ഞാൻ എഴുതിയിരിക്കുന്നതാണ്. അതായത് ITestContext യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഇന്റർഫേസിൽ മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നു, അതുപോലെ ഫെച്ച് ചെയ്തെടുക്കുന്നു. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് setAttribute എന്നുള്ള മെത്തേഡാണ്. ഈ മെത്തേഡ് രണ്ട് പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. ഒന്ന് attributeName, അത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. അതുപോലെ attributeValue എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് മെത്തേഡിലെ ഡേറ്റയാണ് attributeValue. ഡെമോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പം ഈ മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. സെറ്റ് എ കസ്റ്റം ആട്രിബ്യൂട്ട്, അത് നമ്മളൊരു വേരിയബിളിന് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ആഡിങ് ആൻഡ് എലമെന്റ് ഇൻ എ മാപ്പ് ആസ് കീ വാല്യൂ പെയർ. അതായത് ഒരു മാപ്പിലേക്ക് ഹാഷ് മാപ്പ് പോലെയുള്ള ജാവയിലെ കളക്ഷൻ കീ വാല്യൂ പെയർ പോലെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. Attribute value can be of any type. This is the reason this method accepts object type as value. അതായത് ഈ attribute value object type ആണ്. അതായത് നമുക്ക് ഏത് ഡേറ്റ ടൈപ്പ് വേണേൽ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇന്റീജർ സ്റ്റോർ ചെയ്യാം, സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാം, ബൂളിയൻ സ്റ്റോർ ചെയ്യാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് get attribute എന്നുള്ളതാണ്. അതായത് ഇവിടെ യൂസ് ചെയ്ത attribute name, ഒരു ടെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത attribute name നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് get attribute എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ്സ് ദ വാല്യൂ ഓഫ് ഗീവൺ ആട്രിബ്യൂട്ട് നെയിം, റിമെമ്പർ റിട്ടേൺ ടൈപ്പ് ഈസ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന മെത്തേഡിന്റെ റിട്ടേൺ ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനകത്ത് SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിന്റെ അകത്ത് com.testng.shareData എന്ന് പറഞ്ഞൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ രണ്ട് ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഷെയർ ഡേറ്റ ഫ്രം one test to another in same class. അതുപോലെ രണ്ടാമത്തെ ജാവ ക്ലാസിന്റെ പേര് ഷെയർ ഡേറ്റ ഫ്രം one test to another in different class. ആദ്യമേ നമുക്ക് ഈ ക്ലാസിന്റെ കാര്യം നോക്കാം. ഇവിടെ ഞാൻ രണ്ട് TestNG ടെസ്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ക്രിയേറ്റ് യൂസർ, രണ്ടാമത്തെ അപ്ഡേറ്റ് യൂസർ. ഇവിടെ ഞാൻ സ്ട്രിംഗ് യൂസർ ID എന്ന് പറഞ്ഞ Steve333 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ITestContext എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് ഈ യൂസർ ഐഡിയുടെ വാല്യൂ ഇവിടെ നമ്മൾ റീയൂസ് ചെയ്യുവാണ്. അതായത് റിയൽ ടൈമിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് നിങ്ങളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, ആ യൂസറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡി കിട്ടി. ആ യൂസർ ഐഡി യൂസ് ചെയ്താണ് അടുത്ത സബ്സീക്വന്റ് ടെസ്റ്റ് മെത്തേഡായ അപ്ഡേറ്റ് യൂസറിൽ ആ യൂസറിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത യൂസറിന്റെ യൂസർ ഐഡി കിട്ടണം. ആ യൂസർ ഐഡി നമ്മൾ ITestContext എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് അപ്ഡേറ്റ് യൂസർ എന്ന TestNG ടെസ്റ്റ് മെത്തേഡിലേക്ക് പാസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം യൂസർ ഐഡി ഇതാണ്, അതിന്റെ വാല്യൂ Steve333 എന്നുള്ളതാണ്. ഇനി ഞാൻ ഇവിടെ ITestContext എന്ന ഇന്റർഫേസിന്റെ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ITestContext. ഇവിടെ നിങ്ങൾക്ക് TestNGയിലെ ഡോക്യുമെന്റേഷൻ കാണാം. ഈ ഡോക്യുമെന്റേഷൻ ആണ് ഞാൻ മുമ്പേ വായിച്ചത്.
ഞാൻ ആ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ITestContext റെഫറൻസിന്റെ പേര് കോണ്ടെക്സ്റ്റ് എന്നാണ്. ഇനി കോണ്ടെക്സ്റ്റ് ഡോട്ട് setAttribute എന്നുള്ള മെത്തേഡ് ഞാൻ വിളിച്ചു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ മെത്തേഡ് 2 പാരാമീറ്റേഴ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്ന. ഒന്ന് സ്ട്രിംഗ് ആയിട്ടുള്ള നെയിമും രണ്ടാമത്തത് ഒബ്ജക്റ്റ് ആയിട്ടുള്ള വാല്യൂ. നെയിം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ setAttribute എന്നുള്ള മെത്തേഡ് ഞാൻ കോൾ ചെയ്യുവാണ്. പേരായിട്ട് ഞാൻ അപ്ഡേറ്റഡ് യൂസർ ID എന്ന് കൊടുക്കുവാണ്. വാല്യൂ ആയിട്ട് നമ്മൾ ഇവിടെ സ്ട്രിംഗ് ആയിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സ്ട്രിംഗ് വേരിയബിൾ ഇവിടെ കൊടുത്തു. ഇവിടെ ഈ കേസ് ഞാൻ സ്ട്രിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. setAttribute സെക്കൻഡ് പാരാമീറ്റർ ഒബ്ജക്റ്റ് ടൈപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് വേണം സ്റ്റോർ ചെയ്യാം. ഇൻറ്റീജറോ ബൂളിനെ ഒക്കെ സ്റ്റോർ ചെയ്യാം. ഇവിടെ ഡെമോയ്ക്ക് വേണ്ടി ഞാനൊരു സ്ട്രിംഗ് വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്, അതായത് അപ്ഡേറ്റ് യൂസർ ID എന്നുള്ളത് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കോണ്ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് എന്നുള്ള മെത്തേഡ് ആയിരിക്കും കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി സെയിം റെഫറൻസ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുവാണ്. കോണ്ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് എന്നുള്ള മെത്തേഡ് നമ്മൾ കോൾ ചെയ്യണം. ഏത് ആട്രിബ്യൂട്ട് ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടതെന്നുള്ളത് മോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് ആണ്. ഞാനൊരു സ്ട്രിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യുവാണ്. യൂസർ ID ടു ബി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു കംപ്ലീറ്റ് ടൈം എറർ കാണിക്കും. ടൈപ്പ് കാസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ ആ ഇഷ്യൂ സോൾവ് ആയിക്കോളും. ആ കാസ്റ്റ് ടു സ്ട്രിംഗ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി കാസ്റ്റിംഗ് നടന്നോളും. ഇനി ഈ യൂസർ ID ടു ബി അപ്ഡേറ്റഡ് എന്ന വേരിയബിളിൽ വന്നിരിക്കുന്ന വാല്യൂ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. കൺസോളിൽ പ്രിന്റ് ചെയ്യേണ്ടത് Steve 333 എന്നുള്ള വാല്യൂ ആണ്. അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. SYSO യൂസർ ID ടു ബി അപ്ഡേറ്റഡ് ഈസ് കൺസോൾ മെസ്സേജ് ക്ലിയർ ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ട്രിംഗ് ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അപ്പൻഡ് ചെയ്ത ശേഷം ഈ വേരിയബിൾ നമ്മളിവിടെ പാസ് ചെയ്തു. ഇനി നമുക്ക് ഈ TestNG ക്ലാസ് നമുക്ക് റൺ ചെയ്യാം. റണ്ണോൾ എന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കൺസോളിൽ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് യൂസർ ID ടു ബി അപ്ഡേറ്റഡ് ഈസ് എന്ന് പറഞ്ഞ് Steve 333 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ആയി വരണം. നമുക്ക് വെരിഫൈ ചെയ്യാം. റണ്ണോൾ എന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. രണ്ട് ടെസ്റ്റ് മെത്തേഡും പാസ്സായി. നിങ്ങൾക്ക് കാണാം ആ വാല്യൂ കറക്റ്റ് ആയിട്ട് കൺസോളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ തന്നെ 2 ടെസ്റ്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് മെത്തേഡിൽ നിന്ന് അടുത്ത ടെസ്റ്റ് മെത്തേഡിലേക്ക് ITestContext എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് ഡേറ്റ പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ വേറൊരു ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. ആ ടെസ്റ്റ് മെത്തേഡിലേക്ക് ഈ ടെസ്റ്റ് മെത്തേഡിൽ നിന്ന് ഡേറ്റ പാസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയർ ഡേറ്റ ഫ്രം വൺ ടെസ്റ്റ് ടു അനദർ ഇൻ ഡിഫറെന്റ് ക്ലാസ്. ഇവിടെ ഞാൻ അപ്ഡേറ്റ് യൂസർ എന്നൊരു TestNG ടെസ്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ITestContext എന്ന ഇന്റർഫേസിന്റെ റെഫറൻസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ സെയിം കോഡ് തന്നെ ഞാൻ ഇവിടെ റീയൂസ് ചെയ്യുവാണ്. ഇനി ഈ 2 ക്ലാസ്സും കൂടെ ഒരുമിച്ച് റൺ ചെയ്യണം. എങ്കിലേ ഈ ടെസ്റ്റ് മെത്തേഡിൽ നിന്ന് ഈ ടെസ്റ്റ് മെത്തേഡിലേക്ക്, അതായത് ഈ ക്ലാസ്സിലെ ടെസ്റ്റ് മെത്തേഡിലേക്ക് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു TestNG.xml ഫയൽ ക്രിയേറ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ ക്ലാസ്സസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് TestNG.xml ഫയൽ ആവശ്യമായിട്ട് വരും. അത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. TestNG ഷെയർ ഡേറ്റ ഡോട്ട്
XML എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫയലിന്റെ പേര് TestNG_ShareData.xml എന്നുള്ളതാണ്. ഇവിടെ ആ രണ്ട് ക്ലാസ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്യുമ്പോൾ 2 തവണ കൺസോളിൽ യൂസർ ID ടു ബി അപ്ഡേറ്റഡ് ഈസ് Steve333 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വരും. നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നൾ വാല്യൂ ആണ് വന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇത് വർക്ക് ആയില്ല. കാരണം നമ്മൾ റൺ ചെയ്യേണ്ട ക്ലാസിന്റെ ഓർഡർ തെറ്റിച്ചാണ് ഈ XML ഫയലിനകത്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് നൾ എന്നൊരു വാല്യൂ കയറി വന്നത്. അപ്പം ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈ ക്ലാസ് ഈ സ്യൂട്ട് ഫയലിനകത്ത് കൊടുത്തിരിക്കുന്നത് റീഅറേഞ്ച് ചെയ്യണം. അതായത് ഫസ്റ്റ് റൺ ചെയ്യേണ്ട ഈ ക്ലാസ് ആണ്, അതിനുശേഷമായിരിക്കണം സെക്കൻഡ് ക്ലാസ് റൺ ആകാൻ. അപ്പോൾ ഈ ഓർഡർ നമുക്ക് മാറ്റാം. Ctrl+X, Ctrl+V. ഫോർമാറ്റിംഗ് ശരിയാക്കാൻ വേണ്ടി Ctrl+Shift+F എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്യാം. ഇനി റൺ ചെയ്യുമ്പോൾ 2 തവണ Steve333 എന്നുള്ള കൺസോൾ പ്രിന്റ് ചെയ്ത് വരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. നിങ്ങൾക്ക് കാണാം 2 തവണ യൂസർ ID ടു ബി അപ്ഡേറ്റഡ് ഈസ് Steve333 എന്നുള്ള പ്രിന്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് TestNGയിലെ ITestContext എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് ഒരേ ക്ലാസ്സിലെ 2 ടെസ്റ്റ് മെത്തേഡുകൾ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യുന്നത്. അതുപോലെ സെപ്പറേറ്റ് ക്ലാസ്സിലെ TestNG ടെസ്റ്റ് മെത്തേഡിലേക്കും നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.